തെറ്റിദ്ധാരണകളെല്ലാം മാറിയില്ല ഗീതു. ഇനി എന്തിനാ ഈ വാശി? അതുകൊണ്ട് എന്ത് നേട്ടമാവുള്ളത്? ഒടുക്കം നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. അത് വേണോ? നിന്റെ ഉള്ളിൽ ഞാനുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ ഉള്ളിലും നീ മാത്രമേ ഉള്ളൂ. പരസ്പരം അറിഞ്ഞിട്ടും ഇനിയും ഒളിച്ചു കളിക്കണോ? സ്വീകരിച്ചൂടെ എൻ്റെ പ്രണയത്തെ നിനക്ക്? അതിനു മറുപടി എന്നോണം അവൻ്റെ നെഞ്ചിലവൾ ആഴത്തിൽ കടിച്ചു. വലിയൊരു അലർച്ചയോടെ അവൻ അവളെ അടർത്തി മാറ്റി. എന്തോ തടി നീ എന്താ പട്ടിയുടെ ജന്മമോ? അവൻ കണ്ണുകൂർപ്പിച്ച് നോക്കി ചോദിച്ചു. അർജുൻ കരണം പുകച്ചു തിരിച്ചു വന്ന് ഈ ജോലിയും വലിച്ചെറിഞ്ഞു പോകാൻ എനിക്ക് അറിയാമല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഗായത്രി ആ ഫയൽ കൊണ്ടുപോയത് എൻ്റെ കയ്യിൽ നിന്നും പറ്റിയ തെറ്റാ. അത് സൂക്ഷിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാനാണെന്ന് സംശയിച്ചതുപോലും. പിന്നെ എന്നെ അടിച്ച അടി സൗകര്യം പോലെ നിങ്ങൾക്ക് തിരിച്ചു തന്നോളാം. എന്നാലും എന്നെ ഒരു അടിയാണ് മനുഷ്യൻ നിങ്ങൾ അടിച്ചത്. എൻ്റെ അണപ്പല്ലളയും തോന്നുന്നു. അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ച് ഗീതു അവനോട് ചേർന്ന് നിന്നു. ഒരു ചിരിയോടെ അവളെ നെഞ്ചോരം ചേർത്ത് നിർത്തി അർജുനും നിന്നു. ഗീതു, ഒരു ചേർത്ത് നിർത്തലിലോ ഒരു സ്നേഹ ചുംബനത്തിലോ അലിഞ്ഞില്ലാതെയാവണം നമ്മുടെ പിണക്കങ്ങൾ. അത്രയും അതിൽ കൂടുതൽ നിന്നു പോകരുത്. ഇനി എന്തിൻ്റെ പേരിലായാലും നിന്നെ ഞാൻ നുള്ളി നോവിക്കില്ല. വാക്ക് അവിടെ തുടങ്ങുകയാണ്. ഗീതുവിൻ്റെയും അർജുൻ്റെയും പ്രണയം. ഉപാധികളില്ലാതെ അവർ പ്രണയിക്കട്ടെ. ഇനി വരാനിരിക്കുന്നത് അവരുടെ പ്രണയ നാളുകളാണ്. സന്ധ്യ മയങ്ങിയ നേരം. പ്രകാശപൂരിതമായ ദീപങ്ങളാൽ ശോഭിച്ചു നിൽക്കുന്ന അമ്പലത്തിലെ കൽവിളക്കിന്റെ മുന്നിൽ കൈകൾ കൂപ്പി കണ്ണുകളടച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു ഗീതു. കൈക്കൊമ്പിളിലെ മൺചിരാതുകളിലെ തീനാളങ്ങൾ അണയാതെ പ്രകാശമെങ്ങും പരത്തുന്ന തിരക്കിലായിരുന്നു മഞ്ജുവും മനുവും. അമ്പലങ്ങളിലെ എല്ലാ കൽവിളക്കുകളിലും പുത്തൻ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ തെളിഞ്ഞു. മൂവരുടെ മനസ്സിലും. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ആ ദൈവിക സന്നിധിയിൽ അങ്ങനെ തന്നെ നിന്നു. പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പുതിയ അതിഥികളെ പ്രാണൻ ശരീരത്തിൽ നിന്നും വിട്ടകലുന്ന നാൾ വരെയും സ്നേഹിക്കുവാനും അവരാൽ സ്നേഹിക്കപ്പെടുവാനും സാധിക്കണേയെന്ന് മൂവരുടെയും മനസ്സുകൾ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാമീപ്യം തന്നെ തഴുകി തലോടുന്ന കാറ്റിൻ്റെ പോലും ഉള്ളതായി തോന്നി ഗീതുവിന്. തൻ്റെ ഹൃദയമിടിപ്പുയരുന്നതും ഹൃദയതാളം തെറ്റുന്നതും അവൾ അറിഞ്ഞു. അവൻ എവിടെയുണ്ടെന്ന് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആരോ മന്ത്രിക്കും പോലെ. അത് സത്യമെന്നോണം നെറ്റിത്തടത്തിൽ ഒരു നനുത്ത സ്പർശം അറിഞ്ഞതും ഗീതു കണ്ണുകൾ മെല്ലെ തുറന്നു. ഇലച്ചീന്തിലെ ചന്ദനം അവൾക്കായി തൊട്ടുകൊടുത്തു. മുന്നിൽ ചെറിയൊരു ചിരിയോടെ നിൽക്കുന്ന അർജുനെ കണ്ടപ്പോൾ സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ കണ്ണുകൾ മിഴിച്ചവൾ നോക്കി. കണ്ണുരുട്ടാതിരി ഉണ്ടക്കണ്ണി, ഇത് ഞാൻ തന്നെയാ. കയ്യിലൊരു നുള്ളും കൊടുത്ത് അർജുൻ പറഞ്ഞതും ഗീതു ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി. ഉണ്ടക്കണ്ണി നിങ്ങളുടെ മൊറ്റ അമ്പലത്തിനകത്താലും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. ഗീതു ചിരി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മറ്റവളെന്നല്ല നീ പറയാൻ വന്നത്, അവളോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചിരിയോടെ അർജുൻ പറഞ്ഞതും ഗീതു നാക്ക് കടിച്ചു. അഗ്നിനാളത്തേക്കാൾ ശോഭയുണ്ട് എൻ്റെ പെണ്ണിൻ്റെ കണ്ണുകൾക്ക്. അവനിൽ നിന്ന് മുതിർന്ന വാക്കുകൾ ഗീതുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തന്നെ പതിച്ചു. അതിൻ്റെ പ്രതിഫലനം പോലെ നാണത്താലുള്ളൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ വിരിഞ്ഞു. കൈകൾ കോർത്ത് അവളെയും കൊണ്ട് നടക്കാനായി തുടങ്ങിയതും അവൾ അവിടെ തന്നെ നിന്ന് ചുറ്റും നോക്കി. അനുവിനെയും മഞ്ജുവിനെയും അല്ലേ നോക്കുന്നേ? പച്ചമുളകിനെയും കാന്താരിമുളകിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോയി രണ്ടുപേർ. അർജുൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. പച്ചമുളകും കാന്താരിമുളകോ? അതിപ്പോൾ എവിടുന്ന് വന്നു? അവരൊക്കെ ആരാ? ഗീതു വിരൽ വായിൽ വെച്ച് സംശയത്തോടെ ചോദിച്ചു. അവരെൻ്റെ അമ്മാവൻ്റെ മക്കളാ. ട്യൂബ് ലൈറ്റേ, അനുവിനെയും മഞ്ജുവിനെയും അവന്മാർ വിളിക്കുന്നതാ. ഗീതുവിൻ്റെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്തുകൊണ്ട് അർജുൻ അവളുടെ കൈകളിൽ കൈ ചേർത്ത് നടന്നു. കുളപ്പടവിൽ കൈകളിൽ കൈകോർത്ത് ഒരു വശത്തായി കാർത്തിയും മഞ്ജുവും, മറുവശത്ത് അനുവും അഭിയും ഉണ്ടായിരുന്നു. കപ്പിൾസ് ഇവിടെ നേരത്തെ സ്ഥാനം പിടിച്ചോ? എങ്കിൽ വാ, നമുക്ക് ആൽമരത്തിൻ്റെ ചോട്ടിൽ പോയിരിക്കാം. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അമ്പലത്തിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. ആൽമരത്തിൻ്റെ ചോട്ടിലായുള്ള സിമെൻറ്റ് കൊണ്ടുള്ള ഇരിപ്പിടത്തിൽ അർജുൻ സ്ഥാനം അർപ്പിച്ചു. അവൻ്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് ഗീതുവും. ഗീതുട്ടി, ആർദ്രമായി അവൻ വിളിച്ചു. AVMൻ്റെ അവകാശിയായ വാശിക്കാരനായി കാട്ടാളിനെ മാത്രമേ നിനക്ക് പരിചയമുള്ളൂ. പക്ഷേ ഇതിനെല്ലാം ഒത്തിരി മുൻപുള്ള ഒരു അർജുൻ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒരുപാട് സ്നേഹിച്ച ഒരു അർജുൻ. അതിനെക്കുറിച്ചൊക്കെ നിനക്ക് വിശദമായി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ മൂഡ് അത് പറയാൻ നീ കളയാനുള്ളതല്ല. ഞാനിപ്പോൾ ധൃതി പിടിച്ചു വന്നത് വേറൊരു കാര്യം പറയാനാണ്. നാളെ സാറ്റർഡേ അല്ലേ? നീ നാളെ റെഡിയായിരിക്കണം. നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോവാം. അവന്മാരും ഉണ്ടാവും. മഞ്ജുവിനെയും അനുവിനെയും കൂടെ കൂട്ടിക്കോ. വർമ്മ ഡിസൈൻസുമായുള്ള പ്രസൻറ്റേഷൻ അവർക്ക് ഓക്കെ ആയിരുന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് അഭിനന്ദനം എന്നെ തേടിയെത്തി. അത് അവതരിപ്പിച്ച എന്നേക്കാൾ അത് തയ്യാറാക്കിയ നിനക്കാണ് ഫുൾ ക്രെഡിറ്റും.
അതിൻ്റെ ഒരുപാട് വർക്കുകളിലായിരുന്നു അച്ഛൻ. അത് സക്സസ് ആയതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ പാർട്ടിയുണ്ട് മൺഡേ. അവിടെ വെച്ച് ഞാൻ അമ്മയെ നിനക്ക് പരിചയപ്പെടുത്താം. അമ്മയ്ക്ക് നിന്നെ എന്തായാലും ഇഷ്ടപ്പെടും. അമ്മ വഴി അച്ഛനിലേക്ക്. അതാണ് എൻ്റെ പ്ലാൻ. ആഹാ, ഇന്നങ്ങ് ഇഷ്ടം തുറന്നു പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും കല്യാണം വരെ അങ്ങ് എത്തിയോ? കൊള്ളാലോ പൊന്നുമോൻ. ഗീതു താടിക്ക് കയ്യും കൊടുത്ത് ചോദിച്ചു. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആടി ഗീതുട്ടി. പിന്നെ ഈ പൈങ്കിളി അടിച്ച് പ്രണയിച്ച് നടക്കുന്ന ഒരു കോളേജ് കുമാരനാവാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴേ എന്നെ കെട്ടിച്ചു വിടാൻ പ്ലാനുണ്ട്. ആരെങ്കിലും കണ്ടുപിടിച്ച് ഒരു കുരുക്കുണ്ടാക്കും മുന്നേ നിന്റെ കാര്യം അവതരിപ്പിക്കണം. പിന്നെ എൻ്റെ മോൾക്ക് പ്രണയിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് പ്രണയിക്കാമല്ലോ. അതെ, ഞാൻ ഇഷ്ടമാണെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അതിനു മുന്നേ എന്തൊക്കെയാ പ്ലാനിങ്സ്? അതിനെ തുറന്നു പറയുന്നത് എന്തിനാ? എന്നെ കാണുമ്പോൾ തിളങ്ങുന്ന പിടയ്ക്കുന്ന ഈ കണ്ണുകളിൽ, വിറയാർന്ന ഈ അധരങ്ങൾ, ഞാൻ അടുത്തു വരുമ്പോൾ ദ്രുതഗതിയിൽ ഉയരുന്ന നിന്റെ ഹൃദയമിടിപ്പ്, ഞാൻ അരികിലേക്ക് നടന്നു വരുംതോറും ചെന്നിയിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങൾ, ഞാൻ നോക്കുമ്പോൾ നോക്കാതെ എനിക്ക് ചുറ്റും വലയം വെക്കുന്ന നിന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുസൃതി, ഞാനൊന്ന് അവഗണിച്ചാൽ ശുണ്ടി പിടിച്ച് ചുണ്ടു കുറിപ്പിച്ച് കണ്ണുരുട്ടി എന്നെ നോക്കുന്ന നോട്ടം. ഇതൊക്കെ മതി നിന്റെ ഉള്ളിൽ എത്ര ആഴത്തിൽ ഞാനുണ്ടെന്ന് തിരിച്ചറിയാൻ. ഈ കുഞ്ഞു ഹൃദയം മുഴുവനും മാത്രമല്ല, നിന്റെ ആത്മാവിലും ജീവനിലും ഞാൻ മാത്രമാണെന്ന് ഓരോ നിമിഷവും നീ പോലും അറിയാതെ എൻ്റെ കൺമുന്നിൽ തെളിയുന്ന ഈ അടയാളങ്ങളിലൂടെ എൻ്റെ ഹൃദയം എന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബാധ്യതകളുമില്ലാതെ അതിർവരുമ്പുകളില്ലാതെ എനിക്ക് നിന്നെ പ്രണയിക്കണം. എന്നേക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഗീതു. നിന്റെ ആത്മാവിനാലും ജീവനിലും തൊട്ട് എനിക്ക് നിന്നെ പ്രേമിക്കണം. അവൻ്റെ വാക്കുകൾക്ക് കണ്ണിൽ നിന്ന് മുതിർന്നു വീണ ഒരു അശ്രുകണമാണ് മറുപടി പറഞ്ഞത്. അവനെ സ്നേഹിക്കുക എന്നതിനേക്കാൾ അവനാൽ സ്നേഹിക്കപ്പെടുക എന്നതിൽ അവൾ മതിമറന്ന് സന്തോഷിച്ചു. അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു. അവൻ്റെ ഹൃദയതാളം ശ്രവിച്ചുകൊണ്ടിരുന്നു. അതെ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വീട്ടിൽ പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? അർജുൻ അവളുടെ അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചതും പോകാമെന്ന് പറഞ്ഞവൾ എഴുന്നേറ്റു. കുളപ്പടവിൽ ചെന്ന് അവയെയും കുട്ടി പുറത്തേക്കിറങ്ങി. മഞ്ജു, നീ നടന്നു പോകണ്ട, നിന്നെ ഞാൻ ബൈക്കിൽ കൊണ്ടുവിടാം, കാർത്തി മഞ്ജുവിനോടായി പറഞ്ഞു. കാർത്തിയേട്ടാ, നൈസായിട്ടൊരു ബൈക്ക് റൈഡാണോ മുന്നുദ്ദേശിച്ചത്? എങ്കിൽ അത് വേണ്ട, എൻ്റെ അടുത്ത് വണ്ടിയുണ്ട്, രണ്ടുപേരെയും ഞാൻ കൊണ്ടുവരേണ്ട വിട്ടോളാം. അഭിയുടെയും കാർത്തിയുടെയും സകല പ്രതീക്ഷകളെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഗീതു പറഞ്ഞതും കാറ്റഴിച്ചുവിട്ട ബലൂൺ കണക്കായി അവരുടെ മുഖം. അർജുനാണേൽ ഇത് കേട്ടിട്ട് ചിരിയോട് ചിരി. ഇപ്പോഴേ ചിരിച്ചു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണ്ട, ഭാവിയിൽ ഇതുപോലുള്ള ഊള കോമഡിക്ക് എല്ലാം നീങ്ങി ചിരിക്കേണ്ടി വരും. പിന്നെ ഈ ഗോൾ ഒരിക്കലും ഞങ്ങളുടെ കോട്ടിൽ വരും, അന്ന് ശരിയാക്കി തരാം, കാർത്തി പല്ല് കടിച്ച് അർജുൻ്റെ ചെവിയിലായി പറഞ്ഞു. സാരമില്ല, ഞാനങ്ങ് സഹിച്ചു. അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് നാളെ കാണാമെന്ന് പറഞ്ഞ് 6 പേരും അമ്പലത്തിൽ നിന്നും പോയി. മഞ്ജുവിനെയും അനുവിനെയും വീട്ടിൽ കൊണ്ടുവിട്ട് ഗീതു വീട്ടിലേക്കും. രാത്രിയിൽ അമ്പലത്തിൽ വെച്ച് അർജുനുമായുണ്ടായ സുന്ദര നിമിഷങ്ങളുടെ ഓർമ്മയിലായിരുന്നു ഗീതു. പെട്ടെന്ന് അവളുടെ മുന്നിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം തെളിഞ്ഞു വന്നു. ഉള്ളിൽ സ്ഥാനം പിടിച്ച് പുതിയ ഇഷ്ടത്തെ അവരിൽ നിന്നും മറയ്ക്കുന്നതിൽ തെല്ല് കുറ്റബോധവും അവളിൽ ഉടലെടുത്തു. പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് തറവാട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് മുത്തച്ഛൻ തൻ്റെ അച്ഛനെ. അതിൽ പിന്നെ അച്ഛനുമായോ ജ്യേഷ്ഠനുമായോ ഒരു ബന്ധവുമില്ലാതെ എനിക്കും അമ്മയ്ക്കും വേണ്ടി മാത്രമാണ് അച്ഛൻ ജീവിക്കുന്നത്. ആ അച്ഛനെ കഴിഞ്ഞിട്ടേ ഈ ലോകത്തെ തനിക്ക് ആരും ഉള്ളൂ. പ്രണയത്തോടെന്നും ഒരിക്കലും എതിർപ്പുള്ള ആളല്ല അച്ഛൻ. എത്രയും വേഗം ഇത് അച്ഛനോട് തുറന്നു പറയണം. അച്ഛനറിയാത്ത ഒന്നും വേണ്ട. അച്ഛൻ്റെ അമ്മൂട്ടിയുടെ ജീവിതത്തിൽ അർജുനോട് ഉടനെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറയണം. ഓരോന്നൊക്കെ ആലോചിച്ച് നിന്നപ്പോഴാണ് മൊബൈലിൽ അർജുൻ്റെ മുഖം തെളിഞ്ഞു വന്നത്. അവൾ ഫോൺ എടുത്ത് കാതോരം ചേർത്തു. ഗീതൂട്ടി, എന്താടോ ശബ്ദത്തിന് ഇത്ര കാലം? വൈകിട്ട് വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഏയ് ഒന്നുമില്ല, ഞാൻ അച്ഛനെയും അമ്മയൊക്കെ ഓർത്തു പോയതാ. ഓ, അതാണോ കാര്യം? അവരെ ചതിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒത്തിരി ദിവസമൊന്നും വേണ്ടി വരില്ലടോ, ഉടനെ ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചോളാം. തൻ്റെ മനസ്സ് വായിച്ചെടുത്തതുപോലെ അവൻ പറഞ്ഞതും അവൾക്ക് അത്ഭുതം തോന്നി. തന്നെ എത്രയോളം മനസ്സിലാക്കിയിരിക്കുന്നു എന്നോർത്ത് ഒരു നിമിഷം സന്തോഷവും. അവനു വേണ്ടി മാത്രം തുടിക്കുന്ന ഹൃദയത്തിലെ ഓരോ അണുവിലും അവനെ മാത്രം പ്രതിഷ്ഠിക്കുന്ന ആ നല്ല ദിവസത്തിനായി ഇനിയും കാത്തിരിക്കാനാവില്ല എന്നവൾ മനസ്സിലാക്കി. ദീർഘനേരത്തെ സംസാരത്തിനും പരിഭവങ്ങൾക്കും ഒടുവിൽ വരാനിരിക്കുന്ന നല്ല നാളെയെ സ്വപ്നം കണ്ടവ നിദ്രയെ പുൽകി. പറഞ്ഞതുപോലെ പിറ്റേന്ന് അവരെല്ലാവരും ഷോപ്പിങ്ങിനായി മാളിൽ പോയി. അനു അഭിയുടെ ഒപ്പവും മഞ്ജു കാർത്തിയുടെ ഒപ്പവും ഗീതുവും അർജുനും. അങ്ങനെ കപ്പിൾസായി തന്നെ ഡ്രസ്സ് എടുക്കാൻ ഓരോ സെക്ഷനിലേക്ക് പോയി. ഡ്രസ്സും എടുത്ത് ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിച്ച് അവർ ബീച്ചിലേക്ക് പോയി. നിരനിരയായി മരങ്ങളുള്ളത് കൊണ്ട് ഓരോരുത്തരും ഓരോ മരത്തിൻ്റെ ചുവട്ടിലെ തണലിൽ സ്ഥാനം പിടിച്ചു. കുറേ നേരം സംസാരിച്ചിരുന്നു. അബദ്ധത്തിലാണെങ്കിലും
അന്ന് ഗീതു അർജുന് കൊടുത്ത പോലൊരു കിസ് അനുവിൽ നിന്നും മഞ്ജുവിൽ നിന്നും സ്വന്തമാക്കാനായുള്ള അടവുകൾ പയറ്റുകയായിരുന്നു അഭിയും കാർത്തിയും. എങ്കിൽ എല്ലാ ശ്രമങ്ങളെയും ഒടിച്ചുമുടക്കി കുപ്പിലാക്കി അവരെ നേരിട്ടുകൊണ്ടിരുന്നു മഞ്ജുവും അനുവും. കുഞ്ചുദേ ഒരെണ്ണം, എൻ്റെ പൊന്നു കുഞ്ചു അല്ലേ. പഞ്ചസാര വെള്ളമോ? അല്ല, രാവിലെ മുതൽ പഞ്ചാരിയുടെ ഇല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനൊന്ന് റൊമാൻറ്റിക്കായി വന്നതായിരുന്നു, തോലച്ചു. അയ്യോ പേണങ്ങല്ലേ കാർത്തിയേട്ടാ, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാ. ഇല്ല, ഞാൻ ഒലിപ്പീരാണെന്നല്ലേ പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലായി നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ കളിക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ ശരിക്കും പിടങ്ങിയെന്ന് തോന്നിയപ്പോൾ മഞ്ജു അവൻ്റെ വലതുകരം എടുത്തു പിടിച്ച് അവളുടെ ചുണ്ടുകൾ ചേർത്തു. നീ എന്തായാലും തന്നതല്ലേ, കൈ വേണ്ടായിരുന്നു. കണ്ണിറുക്കി അവൻ പറഞ്ഞതും അവൾക്ക് കൈ കയറി. അപ്പോൾ ഇത് കിട്ടവന് മനഃപൂർവ്വം പഴങ്ങിയതല്ലേ കോരങ്ങ. ഇതൊക്കെ കാർത്തിയേട്ടൻ്റെ ഒരു നമ്പരല്ല മോളെ. ക്ഷമിക്ക്. സമയം വല്ലാതെ വേഗത്തിൽ പോകുന്നത് പോലെ തോന്നി. ഡാബി വല്ലതും നടന്നോ? കാർത്തി ഫോണെടുത്ത് അബിക്ക് മെസ്സേജ് അയച്ചു. എവിടെ നടക്കാൻ, മിക്കവാറും ഞാൻ തെക്ക് വടക്ക് നടക്കും. ഞാൻ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവിടെ നാണം കൊണ്ടവൾ പൂത്തലങ്ങി നിൽക്കുവാടാ. ഒന്നും പോരാഞ്ഞിട്ട് ഉമ്മ വെച്ചാൽ പ്രഗ്നൻ്റ് ആയാലോ എന്നാണ് ആശാത്തിൻ്റെ സംശയം. ഞാൻ പിന്നെ ഒന്നിനും പോയില്ല. അഭിയുടെ മെസ്സേജ് കണ്ടപ്പോഴേക്കും കാർത്തി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവർ വീണ്ടും തിരകളിലേക്ക് കണ്ണു നട്ടിരുന്നു. ഗീതുവും അർജുനും കൈകൾ ചേർത്ത് പിടിച്ചു കണ്ണുകളിൽ നോക്കിയിരിക്കുകയായിരുന്നു. മൗനം പോലും വാചാലമായ നിമിഷം, വാക്കുകൾ പോലും സ്തബ്ധമായി പോയി. മൗനം കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും വരെ അവർ പ്രണയിച്ചു. നോട്ടങ്ങളുടെ തീവ്രതയേറുമ്പോൾ ഗീതുവിന് അർജുൻ്റെ കണ്ണിൽ അലയടിക്കുന്ന പ്രണയത്തിൻ്റെ ആഴങ്ങളിൽ സ്വയം നഷ്ടപ്പെടും പോലെ തോന്നി. അപ്പോൾ അവൾ നോട്ടം പിൻവലിക്കും. രണ്ടുപേരുടെയും ചുണ്ടിൽ നാണത്താൽ ഒരു പുഞ്ചിരി വിരിയും. സമയം വൈകിയപ്പോൾ എല്ലാവരും മടങ്ങാനായി തയ്യാറായി. അഭിയും കാർത്തിയും മഞ്ജുവും മനു ഒരു കാറിലും അർജുനും ഗീതുവും ഒരു കാറിലുമായിരുന്നു. ഗീതുവിൻ്റെ വീടിന് മുന്നിൽ വണ്ടി നിർത്തി അർജുൻ ചുറ്റും നോക്കി. പഴയകാലത്തെ തറവാട് പോലൊരു വീടായിരുന്നു. ഗീതുവിൻ്റെ ചെറിയൊരു ഗാർഡനും അതിനോട് ചേർന്ന് ഊഞ്ഞാലും എല്ലാം വല്ലാത്തൊരു ഫീല് അർജുന് കൊടുത്തു. അച്ഛൻ പഴയ ട്രഡീഷണൽ വീടുകളാണ് ഇപ്പോഴും കമ്പമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പണിഞ്ഞിരിക്കുന്നത്. കൊള്ളാം, വല്ലാത്തൊരു പോസിറ്റീവ് വൈബുണ്ട് ഇവിടെ. അകത്തേക്ക് വാ. അർജുനെ അകത്തേക്ക് കയറ്റി ജാനകിക്ക് അവളുടെ ബോസാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. മാളിൽ വെച്ച് കണ്ടതാണെന്നും കൊണ്ടുവിടാൻ വന്നതാണെന്നും പറഞ്ഞു. ജാനകി അർജുനായി ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയി. അവനെ അവിടെ ഇരുത്തി ഗീതുവും ജാനകിക്ക് പുറകെ പോയി. അവൻ മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചു. ഹാളിൽ മുഴുവനും ഗീതുവിൻ്റെ ചെറുപ്പം മുതലുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവനത് കണ്ടപ്പോൾ വല്ലാത്ത കൗതുകം തോന്നി. അവൻ അത് ഓരോന്നും ഫോണിലേക്ക് പകർത്തി. അപ്പോഴേക്കും ജാനകി അവനായി ചായ കൊണ്ടുവന്നു. കുറച്ചുനേരം അവർ സംസാരിച്ചിരുന്നു. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവനും മനസ്സിലായി പത്മിനിയെപ്പോലെ തന്നെ ഒരു പാവം അമ്മയാണ് ജാനകിയെന്നും. അവൻ്റെ കാറ് പാർക്ക് ചെയ്തത് ഒരു മുല്ലവള്ളിയുടെ അടുത്തായിരുന്നു. സമയം ഒരുപാടായെന്ന് പറഞ്ഞ് അർജുൻ പോകാനായി ഇറങ്ങി. അച്ഛൻ വന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് പറഞ്ഞെങ്കിലും ഇനിയൊരിക്കലാവാം എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി. അവൻ്റെ കാറ് പാർക്ക് ചെയ്തത് ഒരു മുല്ലവള്ളിയുടെ അടുത്തായിരുന്നു. അർജുന് ഈ വീട്ടിലെ എൻ്റെ ഏറ്റവും ഇഷ്ട സ്ഥലമാണിവിടം. സന്തോഷം തോന്നുമ്പോഴും സങ്കടം തോന്നുമ്പോഴും ഞാൻ ഇവിടെയാണ് സമയം ചെലവഴിക്കുന്നത്. പെട്ടെന്ന് പടർത്തിയെന്ന മുല്ലവള്ളിയുടെ അകത്തേക്ക് അവൻ ഗീതുവിനെ പിടിച്ചു വലിച്ചു. അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഗീതു വീഴാനായി തുടങ്ങി. അപ്പോഴേക്കും അർജുൻ അവളെ ഇരുകൈകളാലും താങ്ങി നിർത്തി. അവരുടെ കണ്ണുകൾ പരസ്പരം കൊരുത്തു. അവൻ്റെ നോട്ടത്തിൻ്റെ തീവ്രതയേറിയതും ഗീതു വേഗം പിടഞ്ഞെഴുന്നേറ്റു. അവൻ്റെ കരവലയത്തിൽ നിന്നും മാറി പുറത്തേക്ക് പോവാനായി തുടങ്ങിയതും അർജുൻ അവളുടെ കയ്യിൽ പിടിച്ച് നെഞ്ചിലേക്ക് വലിച്ചിട്ടു. ഗീതു എന്താ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. നിനക്ക് തരാനായി ഞാനൊരു സാധനം എന്ന് പറഞ്ഞ് അർജുൻ പോക്കറ്റിലേക്ക് കൈയിട്ടു. അതെന്താണെന്നറിയാൻ ഗീതുവും ആകാംക്ഷയോടെ നോക്കി. ആ സമയം അർജുൻ ഗീതുവിൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് പെട്ടെന്ന് അവളുടെ കവിളുകളിൽ ചുണ്ടു ചേർത്തു. ഗീതു കണ്ണിമ ചിമ്മാതെ അവനെ നോക്കി നിന്നു.